1487 ജനിച്ച വിശുദ്ധ ജോൺ കേംബ്രിഡ്ജിൽ പഠിച്ച് കാനൻ നിയമത്തിലും സിവിൽ നിയമത്തിലും ഡോക്ടറേറ്റ് നേടി. മാതാപിതാക്കൾ ജോണിനെ വിവാഹത്തിന് പ്രേരിപ്പിച്ചെങ്കിലും അദ്ദേഹം വൈദിക പഠനം നടത്തി പുരോഹിതനായി. 28-ാം വയസ്സിൽ കർത്തൂസ്യൻ സഭയിൽ ചേർന്ന് മാംസവർജനവും മൗനവ്രതവും ഉപവാസവും തപോ ജീവിതവും ജീവിതശൈലിയാക്കിയ അദ്ദേഹം സുപ്പീരിയറായി തിരഞ്ഞെടുക്കപ്പെട്ടു. ആ കാലയളവിൽ ഹെൻറി 8 ഭാര്യ കാതറിനെ ഉപേക്ഷിച്ച് ആൻബോളിനെ സ്വീകരിക്കുകയും പുതിയ ഭാര്യയുടെ കുട്ടികളെ കിരീടാവകാശികളായി സ്വീകരിക്കുന്നുവെന്ന് എല്ലാവരും സത്യം ചെയ്യണമെന്ന പാർലമെന്റ് നിയമമുണ്ടാക്കുകയും ചെയ്തു. പ്രിയോർ ഹോഫ്റ്റൺ, ഷീനിലെ ചാർട്ടർ ഹൗസിൽപ്പെട്ട സന്യാസി ഡോക്ടർ അഗസ്റ്റിൻ വെബ്സ്റ്റർ, ബോവയിലെ പ്രിയോ ഡാം റോബർട്ട് ലോറൻസ് എന്നിവർ ദൈവനിയമത്തിന് വിരുദ്ധമല്ലെങ്കിൽ എന്ന വ്യവസ്ഥ ചേർത്ത് സത്യം ചെയ്തു. രാജാവ് ഇത് തിരസ്കരിക്കുകയും അവരെയെല്ലാം രാജ്യദ്രോഹികളായി വിധിയെഴുതി ശിരച്ഛേദം ചെയ്യുകയും ചെയ്തു. എത്രയും പരിശുദ്ധനായ യേശുവെ, ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ എന്നുരുവിട്ട് ഈ കർത്തൂസ്യൻ രക്തസാക്ഷികൾ നിത്യസമ്മാനത്തിനായി യാത്രയായി.